നമ്മളുടെ ഐഫോണിൽ നമ്മൾ ഉപയോഗിക്കുന്നതും ഉപയോഗിക്കാത്തതായിട്ടുള്ള ധാരാളം പുതിയ ചേഞ്ചസ് സെറ്റിങ്സ് ആണ് ഓരോ വർഷവും ആപ്പിൾ ഓരോ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് കൊണ്ടുവരുന്നതിലൂടെ നമ്മുടെ ഐഫോണിൽ അല്ലെങ്കിൽ iOS-ലേക്ക് എംബഡ് ചെയ്യാറുള്ളത്. അതിൽ നമുക്ക് അറിയുന്നതും അറിയാത്തതായിട്ട് ധാരാളം സെറ്റിങ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. ചില സമയങ്ങളിൽ ഈ പറഞ്ഞ സെറ്റിങ്സ് നമുക്കറിയാത്തത് കൊണ്ട് തന്നെ നമുക്ക് ചിലപ്പം അനോയിങ് ആയിട്ട് തോന്നാറുണ്ട്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങൾക്ക് ടേൺ ഓഫ് ചെയ്തിടാൻ അല്ലെങ്കിൽ ഡിസേബിൾ ചെയ്തിടാൻ പറ്റുന്ന ഏതാനും ചില സെറ്റിങ്സ് ആണ് ഞാൻ നിങ്ങളെ പരിചയപ്പെടുന്നത്. ഈ ഒരു സെറ്റിങ്സ് നിങ്ങൾ ഡിസേബിൾ ചെയ്യുന്നതോടെ നിങ്ങൾക്ക് ബാറ്ററി പെർഫോമൻസ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇമ്പ്രൂവ് ചെയ്യാനും സാധിക്കുന്നതാണ്. സോ ദിസ് ഇസ് മീ മിലൻ ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇതിൽ ഒന്നാമതായിട്ട് നമ്മൾ ചേഞ്ച് ചെയ്യേണ്ട സെറ്റിങ്സ് എന്ന് പറയുന്നത്, നിങ്ങൾക്ക് ഒന്നിക്കുള്ള ഐഫോൺ അല്ലെങ്കിൽ ആപ്പിൾ ഡിവൈസുകളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കറിയാം, നമുക്ക് ഐഫോണിൽ ഒരു കോൾ വന്നാൽ നിങ്ങൾക്ക് മറ്റൊരു ഐഫോണും കൂടെ ഉണ്ടെന്നുണ്ടെങ്കിൽ സെയിം ആപ്പിൾ ID നിങ്ങൾ ലോഗിൻ ചെയ്തിട്ടും ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഫോണിൽ വരുന്ന അതേ കോൾ തന്നെ നിങ്ങൾക്ക് മറ്റേ ഫോണിൽ ലഭിക്കുന്നതാണ്. അപ്പോൾ അതെങ്ങനെ നമുക്ക് ഡിസേബിൾ ചെയ്യാം? അതിനുവേണ്ടി നമ്മൾ ഫോണിൻ്റെ സെറ്റിങ്സിനകത്ത് ഫോണിൻ്റെ ഓപ്ഷനിൽ പോവുക. ഫോണിൻ്റെ ഓപ്ഷനിൽ പോയിട്ട് ഇവിടെ നിങ്ങൾക്ക് കാണാം കോൾ ഓൺ അതർ ഡിവൈസ് എന്ന് പറയുന്നൊരു ഓപ്ഷൻ. ഈ ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് എനേബിൾ ആണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങളത് ഡിസേബിൾ ചെയ്യുക. ഇവിടെ ഓൾറെഡി എൻ്റെ ഡിസേബിൾഡ് ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് മറ്റൊരു ഡിവൈസിലേക്ക്, നിങ്ങളുടെ സെയിം ആപ്പിൾ ഐഡിയിൽ ലോഗിൻ ചെയ്തിരിക്കുന്ന മറ്റ് ഡിവൈസുകളിലേക്ക് ഈ ഒരു കോൾ ലിസ്റ്റോ അല്ലെങ്കിൽ കോളോ വരാതിരിക്കാൻ സഹായിക്കുന്നതാണ്. ഇതിലെ തന്നെ രണ്ടാമത്തെ സെറ്റിംഗ് എന്ന് പറയുന്നത്, പല യൂസേഴ്സും കംപ്ലയിൻറ്റ് ചെയ്യുന്ന ഒരു കാര്യമാണ്, അവർ സേവ് ചെയ്യാത്ത ഒരു നമ്പറിൽ നിന്ന് അല്ലെങ്കിൽ അവരുടെ കോൺടാക്ട് ലിസ്റ്റിൽ ഇല്ലാത്തൊരു നമ്പറിൽ നിന്ന് അവർക്ക് കോൾ വരുവാണെന്നുണ്ടെങ്കിൽ പല സമയത്തും അത് സൈലൻ്റ് ആയി പോകുന്നു, അല്ലെങ്കിൽ അതിൻ്റെ നോട്ടിഫിക്കേഷൻ പ്രോപ്പറായിട്ട് ലഭിക്കുന്നില്ല എന്നുള്ള കാര്യം. ഇത് നമുക്കറിയാം iOS 14 ആപ്പിൾ ഇങ്ങനെ ഒരു പുതിയ ഫംഗ്ഷനാലിറ്റി കൊണ്ടുവന്നത്. അതായത് നമ്മുടെ ഫോണിൻ്റെ സെറ്റിങ്സിൽ പോവുക, അതിൽ ഫോണിൻ്റെ ഓപ്ഷനിൽ പോവുക. ഫോണിൻ്റെ ഓപ്ഷനിൽ ഏറ്റവും താഴേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും സൈലൻറ്റ് അൺനോൺ കോളേഴ്സ് എന്ന് പറയുന്ന ഓപ്ഷൻ. ഇത് നിങ്ങൾ എനേബിൾ ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇത് നിങ്ങൾ ഡിസേബിൾ ചെയ്യുക. ഡിസേബിൾ ചെയ്യാത്തടത്തോളം കാലം നിങ്ങൾക്ക് സേവ് ചെയ്യാത്ത ഒരു നമ്പറിൽ നിന്ന് കോൾ വരുവാണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി അത് മ്യൂട്ടായി പോവുക അല്ലെങ്കിൽ നമുക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കാതിരിക്കുകയോ ചെയ്യുന്നതാണ്. ഇതിൽ മൂന്നാമതായിട്ട് നമ്മൾ ചേഞ്ച് ചെയ്യുന്ന മറ്റൊരു സെറ്റിംഗ് ആണ് നമ്മളുടെ ഹോട്ട്സ്പോട്ട്. നമുക്കറിയാം, നമ്മളുടെ മൊബൈൽ ഡാറ്റ എനേബിൾ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഐഫോൺ യൂസ് ചെയ്തിട്ട് നമുക്ക് ഹോട്ട്സ്പോട്ട് ഷെയർ ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ ഒരു മാക്സിമം കോമ്പാക്റ്റിബിലിറ്റി എന്ന് പറയുന്ന ഓപ്ഷൻ നിങ്ങൾ ഡിസേബിൾ ചെയ്ത് വെക്കുക. അത് എനേബിൾഡ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അത് ഡിസേബിൾ ചെയ്യുക. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിൽ കൊടുത്തിട്ടുണ്ട്, ഇത് എനേബിൾ ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഇൻ്റർനെറ്റ് പെർഫോമൻസ് മേ ബി റെഡ്യൂസ്ഡ് ഫോർ ഡിവൈസസ് കണക്റ്റഡ് ടു യുവർ ഹോട്ട്സ്പോട്ട്. അപ്പം ഈ ഒരു ഓപ്ഷൻ എനേബിൾ ആണെന്നുണ്ടെങ്കിൽ നമ്മളുടെ ഹോട്ട്സ്പോട്ടിൽ കണക്ട് ചെയ്തേക്കുന്ന മറ്റുള്ള ഡിവൈസുകൾക്ക് ഇൻ്റർനെറ്റ് ഷെയർ ചെയ്യുമ്പം ആ ഒരു കണക്ടിവിറ്റി വളരെ പൂവർ ആയിരിക്കും. അതെന്താണെന്ന് വെച്ചാൽ, ഈ ഒരു ഓപ്ഷൻ എനേബിൾ ചെയ്യേണ്ട ആകെ സാഹചര്യം എന്ന് പറയുന്നത്, നമ്മൾ അകലെയുള്ള ഒരു ഡിവൈസിലാണ്, അതായത് നിങ്ങൾക്ക് നിങ്ങളുടെ അടുത്ത് നിന്ന് അകലെയുള്ള ഒരു ഡിവൈസിലാണ് നിങ്ങൾ ഈ ഒരു ഹോട്ട്സ്പോട്ട് കണക്ഷൻ കൊടുക്കുന്നെങ്കിൽ മാത്രം നിങ്ങൾ ഈ ഒരു ഓപ്ഷൻ എനേബിൾ ചെയ്താൽ മതി. കാരണം ഈ ഒരു ഹയർ ബാൻഡ് വിഡ്ത്ത് ഉള്ള വൈഫൈ അല്ലെങ്കിൽ ഹോട്ട്സ്പോട്ട് ആയിരിക്കും നമ്മൾ ഈ ഒരു ഓപ്ഷൻ എനേബിൾ ചെയ്യുമ്പം മറ്റുള്ളവർക്ക് ലഭിക്കുന്നത്. തൊട്ടടുത്തുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു ഓപ്ഷൻ എനേബിൾ ചെയ്യേണ്ട ആവശ്യമില്ല, നിങ്ങൾ ഡിസേബിൾ ചെയ്ത് വെക്കുക. അങ്ങനെ നിങ്ങൾക്ക് നിങ്ങളുടെ ബാറ്ററി, അതോടൊപ്പം തന്നെ നിങ്ങളുടെ ഈ ഒരു ഹോട്ട്സ്പോട്ടിൻ്റെ കണക്ഷനും നിങ്ങൾക്ക് കീപ്പ് ചെയ്യാൻ സാധിക്കും. പിന്നീട് നമ്മൾ ചേഞ്ച് ചെയ്യേണ്ടതായിട്ടുള്ള മറ്റൊരു ഓപ്ഷനാണ്, നമുക്കറിയാം പല സമയത്തും നമ്മൾ ചില ആപ്ലിക്കേഷൻസ് ഒക്കെ യൂസ് ചെയ്യുമ്പോൾ ഇതുപോലെ ഒരു പോപ്പപ്പ് വരുന്നത് കാണാൻ സാധിക്കും. അതായത് നമുക്ക് റേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞുകൊണ്ട് കുറച്ച് ഓപ്ഷൻസ് ഒക്കെ നമുക്ക് ഇങ്ങനെ കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഇതെങ്ങനെ നമുക്ക് ഇത് ഡിസേബിൾ ചെയ്യാം? അതിനുവേണ്ടി നമ്മൾ സെറ്റിങ്സിൽ പോവുക. സെറ്റിങ്സിൽ നമ്മൾ പോയതിന് ശേഷം ആപ്പ് സ്റ്റോർ എന്ന് പറയുന്നൊരു ഓപ്ഷൻ ഉണ്ട്. ഇവിടെ ആപ്പ് സ്റ്റോർ, ഈ ഒരു ഓപ്ഷനിൽ പോയതിന് ശേഷം താഴെ നമുക്ക് കാണാം ഇൻ ആപ്പ് റേറ്റിംഗ് ആൻഡ് റിവ്യൂ എന്ന് പറയുന്ന ഈ ഓപ്ഷൻ. ഈ ഒരു ഓപ്ഷൻ നിങ്ങൾ ഡിസേബിൾ ചെയ്യുക. ഈ ഒരു ഓപ്ഷൻ ഡിസേബിൾ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഒരിക്കലും നമുക്ക് അങ്ങനത്തെ ഒരു അനോയിങ് ആയിട്ടുള്ള പോപ്പപ്പ് ചില ആപ്ലിക്കേഷൻസ് യൂസ് ചെയ്യുന്ന സമയത്ത് ഉണ്ടാകത്തേ ഇല്ല. രണ്ടാമത്, ഈ ഒരു ആപ്പ് സ്റ്റോറിൽ തന്നെ, ഈ ഒരു ആപ്പ് സ്റ്റോറിൻ്റെ സെറ്റിങ്സിൽ തന്നെ നമ്മൾ ഡിസേബിൾ ചെയ്യേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഓട്ടോമാറ്റിക് ഡൗൺലോഡ്സ് എന്ന് പറയുന്ന ഓപ്ഷൻ കാണാൻ സാധിക്കും. ഇതിൽ ആപ്സ് എന്നുള്ളത് നിങ്ങൾ ഡിസേബിൾ ചെയ്യുക. കാരണം എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾക്ക് ഞാൻ മുമ്പേ പറഞ്ഞ പോലെ ഒന്നിൽ കൂടുതൽ ആപ്പിൾ ഡിവൈസുകളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഇപ്പം മറ്റൊരു ഐഫോൺ അല്ലെങ്കിൽ ഒരു ഐപാഡ് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു ഐഫോണിൽ നിങ്ങൾ ഡൗൺലോഡ് ചെയ്യുന്ന സെയിം ആപ്ലിക്കേഷൻസ് തന്നെ ഓട്ടോമാറ്റിക്കലി നിങ്ങളുടെ മറ്റ് ആപ്പിൾ ഡിവൈസുകളിലും ഓട്ടോമാറ്റിക്കലി ഡൗൺലോഡ് ആകുന്നതായിരിക്കും. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടി നിങ്ങൾക്ക് ഈ ഒരു ആപ്സ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഡിസേബിൾ ചെയ്യുവാണെങ്കിൽ അങ്ങനെ സാധിക്കുന്നതാണ്. ഇനി ഇതിലെ അടുത്ത സെറ്റിംഗ്സ് എന്ന് പറയുന്നത് നമ്മളുടെ ഐഫോൺ 12 സീരീസ് 13 സീരീസ് യൂസേഴ്സാണ് ശ്രദ്ധിക്കേണ്ടത്. അതിൽ നമ്മുടെ ഫേസ് ID ആൻഡ് പാസ്വേഡ് എന്ന് പറയുന്ന ഓപ്ഷനിൽ നമുക്കറിയാം iOS 15 അപ്ഡേഷൻ 15.4 എന്ന് പറയുന്ന അപ്ഡേറ്റിൽ നമുക്ക് ലഭിച്ച മറ്റൊരു ഫംഗ്ഷനാലിറ്റിയാണ് ഈ ഒരു ഫേസ് ID യൂസിങ് മാസ്ക് അല്ലെങ്കിൽ ഫേസ് ID വിത്ത് മാസ്ക് എന്ന് പറയുന്ന ഒരു ഫംഗ്ഷനാലിറ്റി. ഇത് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നമുക്കറിയാം കേരളത്തിൽ ഈ ഒരു കേസുകളുടെ എണ്ണം കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ മാസ്ക് വെക്കേണ്ട ആവശ്യകത കേരളത്തിൽ പതുക്കെ കുറഞ്ഞു വരുന്നുണ്ട്. പക്ഷേ വെളി രാജ്യങ്ങളിൽ മാസ്കിൻ്റെ ആവശ്യകത കുറയുന്നുണ്ട്. അപ്പം അങ്ങനെയുള്ള സാഹചര്യത്തിൽ നമുക്ക് ഡിസേബിൾ ചെയ്യാൻ പറ്റുന്ന മറ്റൊരു ഫംഗ്ഷനാലിറ്റിയാണ് ഫേസ് ID വിത്ത് മാസ്ക്. കാരണം ഇത് നമ്മളുടെ സെക്യൂരിറ്റി, നമ്മുടെ ഡിവൈസിൻ്റെ സെക്യൂരിറ്റി ലേശം കൂടി ഇമ്പ്രൂവ് ചെയ്യും. അതുകൊണ്ട് തന്നെ നമുക്ക് ഇവിടുന്ന് തന്നെ അത് ഡിസേബിൾ ചെയ്യാം. ഇനിയിപ്പോൾ നിങ്ങൾക്ക് അത്ര അത്യാവശ്യമാണ്, വെളിയിൽ പോകുമ്പം ഫോൺ യൂസ് ചെയ്യേണ്ട സമയമാണെന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങളിത് എനേബിൾ ചെയ്താൽ മാത്രം മതി. അത് എനേബിൾ ചെയ്യുമ്പോൾ വീട് നമ്മൾ സെറ്റപ്പ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല, ഓട്ടോമാറ്റിക്കലി ഇതിൽ സേവ്ഡ് ആണ്. പിന്നീട് ഈ ഒരു ഫേസ് IDയുടെ ഓപ്ഷനിൽ തന്നെ നമ്മൾ ഡിസേബിൾ ചെയ്ത് വെക്കേണ്ട മറ്റ് കുറച്ച് കാര്യങ്ങളാണ് ഈ ഒരു താഴത്തേക്ക് പോകുമ്പം അലോ ആക്സസ് വെൻ ലോക്ക്ഡ് എന്ന് പറയുന്നത്. ഇത് നമ്മൾ മറ്റൊരു വീഡിയോയിൽ, നമ്മുടെ സെക്യൂരിറ്റി ടിപ്സിൻ്റെ വീഡിയോയിൽ നമ്മൾ ഇതിനകത്ത് പറഞ്ഞിട്ടുള്ളതാണ്. ഈ കാര്യങ്ങളെല്ലാം നമ്മൾ ഡിസേബിൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ മറ്റൊരാൾക്കും നമ്മുടെ ഫോണിൽ നിന്ന് പല കാര്യങ്ങളും ഇപ്പം
കൺട്രോൾ സെൻറ്റർ അതേപോലെ നോട്ടിഫിക്കേഷൻസ് ഒന്നും ആക്സസ് ചെയ്യാൻ സാധിക്കത്തില്ല. അപ്പോൾ ഇതിൽ നിങ്ങൾ മസ്റ്റായിട്ടും ചെയ്യേണ്ട ഒരു കാര്യമാണ് ടുഡേ വ്യൂ ആൻഡ് സെർച്ച് എന്ന് പറയുന്നത്. ഇത് നിങ്ങൾ എനേബിൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഡെഫിനറ്റ്ലി നിങ്ങൾ ഡിസേബിൾ ചെയ്യുക. അങ്ങനെ മറ്റൊരാൾക്കും നമ്മുടെ ലോക്ക് സ്ക്രീനിൽ നിന്ന് എന്തെങ്കിലും കാര്യങ്ങൾ സെർച്ച് ചെയ്യാനോ അല്ലെങ്കിൽ ടുഡേ വ്യൂ ആക്സസ് ചെയ്യാനോ സാധിക്കത്തില്ല. പിന്നീട് ഐഫോണിൽ നമ്മൾ ചേഞ്ച് ചെയ്യുന്ന മറ്റു കുറച്ച് സെറ്റിംഗ്സ് ആണ്. അതിനകത്ത് സെറ്റിംഗ്സിൽ പോവുക, പ്രൈവസി എന്ന് പറഞ്ഞ ഓപ്ഷനിൽ ഏറ്റവും താഴെ നമ്മൾ പോകുമ്പോൾ അനാലിറ്റിക്സ് ആൻഡ് ഇംപ്രൂവ്മെൻറ്റ് എന്ന് പറയുന്ന ഈ ഒരു ഓപ്ഷൻ. അപ്പോൾ ഡെഫിനറ്റ്ലി നിങ്ങൾ ഇത് ഒരെണ്ണം ഡിസേബിൾ ചെയ്യുക. അങ്ങനെ ഡിസേബിൾ ചെയ്യുന്നതിലൂടെ കംപ്ലീറ്റ് ഓപ്ഷൻ ഡിസേബിൾ ആകുന്നതായിരിക്കും. കാരണം ഇത് എനേബിൾ ചെയ്താലുള്ള കുഴപ്പമെന്ന് വെച്ചാൽ നമ്മളുടെ ഫോണിൽ നമ്മൾ ചെയ്യുന്ന എന്ത് പ്രവൃത്തിയും, അതായത് ആപ്പിളിന് ഷെയർ ചെയ്യാൻ സാധിക്കും. അവർക്ക് അവരുടെ പ്രോഡക്റ്റ് ഇംപ്രൂവ്മെൻറ്റ്സിന് വേണ്ടി നമ്മളുടെ ഡേറ്റാസ് ഗ്യാദർ ചെയ്ത് അതിൽ നിന്ന് അവർക്ക് കുറേ കാര്യങ്ങൾ പഠിച്ച് കാര്യങ്ങളൊക്കെ ഇംപ്രൂവ് ചെയ്യാൻ സാധിക്കും. പക്ഷേ അതിൻ്റെ ആവശ്യമില്ല. നമുക്ക് നമ്മളുടെ ഈ ഒരു ഓപ്ഷൻ ഡിസേബിൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ആപ്പിളിലേക്ക് നമ്മളുടെ ഡേറ്റ, യൂസേജ് ഡേറ്റ കാര്യങ്ങളൊന്നും പോകാതിരിക്കുന്നതായിരിക്കും. രണ്ടാമത് ഇതിനോടൊപ്പം തന്നെ നമുക്ക് ചേഞ്ച് ചെയ്യേണ്ട മറ്റൊരു കാര്യമാണ് ആപ്പിളിൻ്റെ അഡ്വർടൈസിങ് എന്ന് പറയുന്ന ഈ അത് നിങ്ങൾ ഡിസേബിൾ ചെയ്യുക. കാരണം നമ്മളുടെ പേഴ്സണലൈസ് ആയിട്ടുള്ള ആഡുകൾ പോപ്പപ്പ് ആകുന്നത് കുറയും. പിന്നീട് ചേഞ്ച് ചെയ്യുന്ന മറ്റൊരു ഓപ്ഷനാണ് നമ്മളുടെ പ്രൈവസിയുടെ ഓപ്ഷനിൽ തന്നെ പോകുമ്പോൾ നമുക്ക് കാണാം ഏറ്റവും മുകളിൽ ലൊക്കേഷൻ സർവീസസ്. അത് നിങ്ങൾ ഒരിക്കലും ഡിസേബിൾ ചെയ്യേണ്ട. പക്ഷേ ഇതിന് പകരം നമുക്ക് ഇതിൻ്റെ താഴെ സബ്സിഡറി ആയിട്ട് നമുക്ക് കുറേ ആപ്ലിക്കേഷൻസ് ഇവിടെ കൊടുത്തേക്കുന്നതാണ്. നമ്മൾ യൂസ് ചെയ്യുന്ന നമ്മളുടെ മൊബൈലിലുള്ള ആപ്ലിക്കേഷൻസ് ആണ് ഇവിടെ കൊടുത്തേക്കുന്നത്. ഇതിൽ പല ആപ്ലിക്കേഷൻസ് നമ്മൾ പോലും അറിയാതെ നമ്മളുടെ പ്രിസൈസ് ലൊക്കേഷൻ, നമ്മളുടെ കൃത്യമായിട്ടുള്ള ഡേറ്റാസ് കാര്യങ്ങളൊക്കെ അവർ ആക്സസ് ചെയ്യാറുള്ളത്. അപ്പോൾ അതിൽ നമ്മളിപ്പം ഉദാഹരണത്തിന് മൈജിയോ ആപ്ലിക്കേഷനിൽ പോകുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ കാണാം പല ഓപ്ഷൻസ് എനേബിൾഡ് ആണ്. അപ്പോൾ ഇതുപോലുള്ള ആപ്ലിക്കേഷൻസ് നമ്മൾ ഡയറക്റ്റ്ലി ഒന്നും നോക്കണ്ട, നെവർ കൊടുത്തേക്കണം. രണ്ടാമത്തെ ഇനിയിപ്പം വേറെ ചില ആപ്ലിക്കേഷൻസ് ഉണ്ട്. ഇപ്പം നമ്മൾ മേക്ക് മൈ ട്രിപ്പ് പോലത്തുള്ള ആപ്ലിക്കേഷൻസ്. ഇതുപോലുള്ള ആപ്ലിക്കേഷൻ നമ്മളിപ്പം ഒരു ഹോട്ടൽ ബുക്ക് ചെയ്യുന്നത് അല്ലെങ്കിൽ റൂം ബുക്ക് ചെയ്യുന്നത് അല്ലെങ്കിൽ ഒരു ഫ്ലൈറ്റ് ടിക്കറ്റ് ബുക്ക് ചെയ്യുന്നത് അങ്ങനെയൊക്കെ വരുമ്പം നമുക്ക് ആ ഒരു സ്ഥലത്തെ ആ ഒരു പർട്ടിക്കുലർ ഏരിയയിലെ ബേസ് ചെയ്തിട്ടാണ് അവിടുത്തെ ഡേറ്റാസ് എല്ലാം നമുക്ക് ലോഡാണ്. അതിൽ നമ്മളിപ്പം വൈൽ യൂസിങ് ആപ്പ് എന്ന് മാത്രം എനേബിൾ ചെയ്താൽ മതി. പക്ഷേ അതിൽ നമ്മൾ ഈ പ്രിസൈസ് ലൊക്കേഷൻ എന്ന് പറയുന്നത് നമ്മൾ മസ്റ്റായിട്ടും ഡിസേബിൾ ചെയ്യണം. ഇതുപോലുള്ള സകല ആപ്ലിക്കേഷൻസിലും നിങ്ങൾ ഡിസേബിൾ ചെയ്യണം. അല്ലാന്നുള്ളത് നമ്മുടെ എക്സാക്ട് ലൊക്കേഷൻ, പിൻ പോയിന്റ് ലൊക്കേഷനാണ് ഇവർക്ക് ലഭിക്കുന്നത്. അപ്പോൾ ഇതിൽ നിന്ന് ഈ ഒരു ലിസ്റ്റിൽ നിന്ന് നമുക്ക് നമ്മൾ യൂസ് ചെയ്യുന്ന ആപ്പുകളുടെ ലിസ്റ്റിൽ നിന്ന് നമ്മൾ ഈ ആപ്ലിക്കേഷൻസിൻ്റെ ഒക്കെ പ്രിസൈസ് ലൊക്കേഷൻ ആവശ്യമില്ലാത്തതിനെ കംപ്ലീറ്റ്ലി ഡിസേബിൾ ചെയ്യുക. ഇങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുന്നത് നല്ലതാണ്. പിന്നീട് ഇതിൽ നമ്മൾ ചേഞ്ച് ചെയ്യേണ്ട ഏറ്റവും അവസാനത്തെ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമ്മളുടെ സെറ്റിങ്സ്, ജനറൽസ്, അതിൽ ആപ്പ് ബാക്ക്ഗ്രൗണ്ട് ആപ്പ് റിഫ്രഷ് എന്ന് പറഞ്ഞാൽ ഈ ഒരു ഫംഗ്ഷനാലിറ്റി. ഇത് നമുക്ക് അനാവശ്യമായിട്ടുള്ള ഡേറ്റാസ് അല്ലെങ്കിൽ നമ്മളുടെ ഒരു ആപ്ലിക്കേഷൻ, നമ്മൾ ഏതൊക്കെ ആപ്ലിക്കേഷൻ ഉപയോഗിക്കുന്നു അതിൻ്റെയൊക്കെ സകല ഡേറ്റാസും ബാക്ക്ഗ്രൗണ്ടിൽ ഓട്ടോമാറ്റിക്കലി റീഫ്രഷ് ആകാനും അല്ലെങ്കിൽ അപ്ഡേറ്റ് ചെയ്യാനും സഹായിക്കുന്ന ഒരു ഫംഗ്ഷനാലിറ്റിയാണ്. ഇത് നമ്മൾ എനേബിൾ ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമില്ല. പക്ഷേ ഇതിൽ ബാക്ക്ഗ്രൗണ്ട് ആപ്പ് റിഫ്രഷ് എന്ന ഓപ്ഷനിൽ നിങ്ങൾ ഈ ഒരു വൈഫൈ ആൻഡ് മൊബൈൽ ഡാറ്റ എനേബിൾഡ് ആണെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ മാറ്റിയിട്ട് വൈഫൈ മാത്രം ആക്കുക. കാരണം ഇത് എൻ്റയർലി ഓഫ് ചെയ്യേണ്ട ആവശ്യമില്ല. ചില സമയങ്ങളിൽ നമുക്ക് ഉപകാരപ്പെടും. പക്ഷേ ഇത് നിങ്ങൾ സ്വിച്ച് ചെയ്ത് മൊബൈൽ ഡേറ്റയിലും നമ്മുടെ ബാക്ക്ഗ്രൗണ്ടിലുള്ള ആപ്പുകൾ റീഫ്രഷ് ചെയ്യുന്നത് അത് മാറ്റി നിങ്ങൾ വൈഫൈ കണക്ട് ചെയ്യുക. കാരണം നിങ്ങളുടെ ഡിവൈസ് വൈഫൈയിൽ കണക്ട് ചെയ്യുമ്പം നമുക്ക് അധികം യൂസേജ് വരുന്നില്ല. അങ്ങനെ നമുക്ക് ബാറ്ററി, മൊബൈൽ ഡേറ്റ കാര്യങ്ങളൊക്കെ നമുക്ക് സേവ് ചെയ്യാൻ സഹായിക്കുന്നതാണ്. പിന്നീട് നമ്മൾ ചേഞ്ച് ചെയ്യുന്ന മറ്റൊരു ഓപ്ഷനാണ് നമ്മുടെ മൊബൈൽ ഡേറ്റയ്ക്ക് അത് പോകുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും താഴെ നമ്മൾ സ്ക്രോൾ ചെയ്യുമ്പോൾ നമുക്ക് കാണാം ഇവിടെ 2-3 ഓപ്ഷൻസ് കൊടുത്തേക്കുന്നത്. അതിൽ ഐക്ലൗഡ് ഡ്രൈവ്, വൈഫൈ അസിസ്റ്റ് ഇങ്ങനെ 2 ഓപ്ഷൻസ് ഉണ്ട്. ഇത് നിങ്ങൾ മസ്റ്റായിട്ടും ഡിസേബിൾ ചെയ്യുക. ഇത് ഡിസേബിൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ നമുക്ക് വൈഫൈ ഇല്ലാത്ത സമയത്ത് നമ്മളുടെ മൊബൈൽ ഡാറ്റ ഉപയോഗിച്ചുകൊണ്ട് ഈ ഒരു ഐക്ലൗഡിലുള്ള കാര്യങ്ങളൊക്കെ അപ്ഡേറ്റ് ചെയ്യാനും അല്ലെങ്കിൽ ബാക്കപ്പ് ഒക്കെ ചെയ്യാൻ അത് നമുക്ക് ഒഴിവാക്കാൻ സാധിക്കും. അങ്ങനെ നമുക്ക് നമ്മുടെ മൊബൈൽ ഡാറ്റ സേവ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഇത് എനേബിൾഡ് ആണെങ്കിൽ അത് നിങ്ങൾ മസ്റ്റായിട്ടും ഡിസേബിൾ ചെയ്യുക. അതുപോലെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ഓപ്ഷനും വൈഫൈ അസിസ്റ്റ് എന്ന് പറഞ്ഞ ഓപ്ഷനും ഡിസേബിൾ ചെയ്യാം. കാരണം ഇപ്പോൾ നമുക്ക് വൈഫൈ ലഭിക്കുന്നത് കുറവാണെന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി നമ്മളുടെ മൊബൈൽ ഡാറ്റയിലേക്ക് അത് സ്വിച്ച് ചെയ്യുന്ന ആ ഒരു സംഭവമാണ്. അപ്പോൾ അത് വേണമെന്നുണ്ടെങ്കിൽ എനേബിൾ ചെയ്യാം, വേണ്ടാന്നുണ്ടെങ്കിൽ അത് ഡിസേബിൾ ചെയ്തിട്ടാൽ മാത്രം മതി. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഐഫോണിൽ നമ്മൾ ഡിസേബിൾ ചെയ്യേണ്ട ഏതാനും ചില സെറ്റിംഗ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും പോയി നമ്മുടെ ലൈക്ക് ബട്ടൺ സ്മാഷ് ചെയ്യുക. സോ വൺസ് അഗൈൻ ദിസ് ഇസ് മീ മിലൻ. Catch you guys in the next video. Till then, peace.